ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 2ാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്താം അല്ലേ. അതിനായിട്ട് അതിൻ്റെ മോഡൽ ചോദ്യങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കടങ്കഥയ്ക്ക് അനുയോജ്യമായ ഉത്തരം എഴുതി യോജിപ്പിക്കൂ. ഒരു ഭാഗത്ത് കുറേ കടങ്കഥകളുണ്ട്, മറുവശത്ത് കുറേ പിക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിന് ഓരോ കടങ്കഥക്കും യോജിച്ച പിക്ചേഴ്സിലേക്ക് നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ആകാശത്തൊരു പാട്ട്, മണ്ണിലൊരു തണുപ്പ്, ഇലകളിൽ നൃത്തം. അതെന്തായിരിക്കും? ആലോചിച്ച് നോക്കിയാൽ നമുക്ക് വേഗം കിട്ടൂലേ. ആകാശത്തൊരു പാട്ട്, മണ്ണിൽ തണുപ്പ്, ഇലകളിൽ നൃത്തം. എന്താണ്? ചേനയാണോ, മഴയാണോ, ചീരയാണോ, വാഴക്കുലയാണോ? എന്താണ് ഉത്തരം? അതെ, മഴയാണല്ലേ. അപ്പോൾ ആ മഴയിലേക്ക് വരച്ചു കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. പിടിച്ചാൽ ഒരു പിടി, അരിഞ്ഞാൽ ഒരു മുറം. എന്തായിരിക്കും? ചേന, ചീര, വാഴക്കുല. ഏതാ? ചീര. വെരി ഗുഡ്. അടുത്തത്, അടിപ്പാറ, നടുവടി, മേലേ കുട. അതെന്തായിരിക്കും? പറഞ്ഞു നോക്കിക്കുക. അതെ, ഉത്തരം ചേന. അടുത്തത്, 1000 തത്തക്ക് ഒരു കൊക്ക്. എന്തായിരിക്കും? കുറേ തത്തകൾക്ക് ഒരു കൊക്കില്ലേ. അപ്പോൾ സംശയിക്കേണ്ട, ഉത്തരം വാഴക്കുല. പിന്നെ അടുത്ത ചോദ്യം നോക്കിക്കുക. മഞ്ഞൾ ഉത്തരം വരുന്ന ഒരു കടങ്കഥ എഴുതുക. മഞ്ഞൾ ഉത്തരം വരുന്ന ഒരു കടങ്കഥ എഴുതുക. അപ്പം നമ്മൾ എഴുതുന്ന കടങ്കഥയുടെ ഉത്തരം മഞ്ഞൾ എന്നാവണം അല്ലേ. അപ്പോൾ ഒരു കടങ്കഥ മിസ് പറയാം. മണ്ണിനടിയിൽ പൊന്നമ്മ. വേറെ മഞ്ഞൾ ഉത്തരം വരുന്ന കടങ്കഥകളും എഴുതാം കേട്ടോ. മിസ് ഒന്ന് പറഞ്ഞത് മാത്രം. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? മണ്ണിനടിയിൽ പൊന്നമ്മ. അടുത്ത ചോദ്യം നോക്കിക്കേ. നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളാണ് താഴെ ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്. ഈ ഘട്ടങ്ങളെ ക്രമപ്പെടുത്തി എഴുതുക. നമ്മൾ കൃഷിയുടെ ഘട്ടങ്ങൾ പഠിച്ചിട്ടില്ലേ ക്ലാസ്സിൽ? അപ്പോൾ എന്തായിരുന്നു നമ്മൾ ഫസ്റ്റ് ചെയ്യുക കൃഷി ചെയ്യുമ്പോൾ? എന്തൊക്കെയായിരുന്നു കൃഷിയുടെ ഘട്ടങ്ങൾ? നിലമൊരുക്കൽ, മണ്ണ് കിളക്കൽ, വിത്ത് വിതക്കൽ, പിന്നെന്തായിരുന്നു? വെള്ളം നനയ്ക്കൽ. അടുത്തത് വളം ചേർക്കൽ, കള പറിക്കൽ, പിന്നെ അവസാനം എന്തായിരുന്നു? വിളവെടുക്കൽ അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൽ കൃഷിയുടെ ഘട്ടങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ആദ്യം എന്ത് ചെയ്യും, പിന്നെന്ത് ചെയ്യും, അങ്ങനെ സ്റ്റെപ്പ് ബൈ എഴുതാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വരച്ച് യോജിപ്പിക്കാം. താഴെ കൊടുത്ത ദിനങ്ങളുടെ പ്രാധാന്യങ്ങൾക്ക് അനുയോജ്യമായവയിലേക്ക് വരച്ചു ചേർക്കുക. ഓഗസ്റ്റ് 15 എന്തായിരുന്നു മക്കളെ? ഗാന്ധി ജയന്തിയാണോ, റിപ്പബ്ലിക് ദിനമാണോ, രക്തസാക്ഷി ദിനമാണോ, സ്വാതന്ത്ര്യ ദിനമായിരുന്നു? അപ്പോൾ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം. ഒക്ടോബർ 2 എന്താണ്? ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ജനുവരി 26 റിപ്പബ്ലിക് ദിനം. ജനുവരി 30 രക്തസാക്ഷി ദിനം അല്ലേ. ഇനി അടുത്തത്, താഴെ കൊടുത്ത ചിത്രം നോക്കൂ. ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? നമ്മുടെ ആരാണിത്? നെഹ്റു ആണല്ലേ, ജവഹർലാൽ നെഹ്റു. അത് നിങ്ങൾക്ക് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് എന്തൊക്കെ അറിയാമെന്ന് താഴെ എഴുതാം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. പിന്നെയോ, കുട്ടികൾ സ്നേഹത്തോടെ ജവഹർലാൽ നെഹ്റുവിനെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത്. കുട്ടികളെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം ശിശുദിനമായി ആചരിക്കുന്നു. അങ്ങനെ നമുക്ക് നെഹ്റുവിനെ കുറിച്ച് എന്താണോ അറിയുന്നത് അത് നമ്മൾ എഴുതുക. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം അല്ലേ. അടുത്തത്, ചിത്രം നോക്കി പോസ്റ്റർ വാക്യം തയ്യാറാക്കൂ. കുറേ മലിനമായ സാധനങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ അവിടെ കാക്കകളുണ്ട്, അങ്ങനെ ഒരുപാടുണ്ടല്ലേ. നിങ്ങൾക്ക് എന്താണോ ഈ ചിത്രം കണ്ടിട്ട് തോന്നുന്നത് അതിന് പോസ്റ്റർ ഉണ്ടാക്കുക. അപ്പോൾ എങ്ങനെയാണ് പോസ്റ്റർ ഉണ്ടാക്കുക മക്കളെ? മാലിന്യം വലിച്ചെറിയരുത് അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ. അടുത്തത് നോക്കി, അതിലെ ബി ക്വസ്റ്റ്യൻ, ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നതിനെതിരെ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്തും? ജലം അമൂല്യമാണ്, ജലം പാഴാക്കരുത്, ടാപ്പ് തുറന്നിടരുത്, പിന്നെന്താ, ജലസ്രോതസ്സുകൾ നാടിൻ സമ്പത്ത്, അരുത്, മലിനമാക്കരുത്. നമുക്കിഷ്ടമുള്ളത് ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനെ പറ്റി ഒരു 5 പോസ്റ്റർ വാക്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ കൊടുത്ത തൊഴിലുപകരണങ്ങളുടെ പേരെഴുതുക. എന്തൊക്കെ സാധനങ്ങളാണ് അവിടെ കൊടുത്തത്? 2 ചിത്രം ഉണ്ടല്ലേ. ഒന്നെന്താ? അരിവാൾ. 2 തൂമ്പ അല്ലേ. അപ്പം അതിൻ്റെ പേരെഴുതുക. ഇത് രണ്ടും കൃഷി ഉപകരണമാണല്ലേ. അപ്പോൾ അതിൻ്റെ 2ൻ്റെ പേരെഴുതുക.
അടുത്ത നോക്കിക്കേ, ചിത്രം നോക്കി തൊഴിലേതെന്ന് എഴുതുക. ചിത്രം നോക്കിക്കേ, ചിത്രം നോക്കി തൊഴിലേതെന്ന് എഴുതുക. ഒന്നാമത്തെ ചിത്രം എന്താണ്, രണ്ടാമത്തെ ചിത്രം എന്താണ്, മൂന്നെന്താണ്, നാലെന്താണ്. ഓരോരുത്തരെയും തൊഴിൽ ഇപ്പുറത്ത് ഓരോ കല്ലിൽ എഴുതി കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.